ഓൺലൈൻ പ്രപ്പോസൽസ് ഒരുപാടുണ്ട്. മുഖത്ത് നോക്കി അത് എന്നെ അറിയാവുന്ന ആരും പ്രപ്പോസ് ചെയ്യത്തില്ല. നമുക്ക് മാത്രം എന്താണ് ആരും ഇല്ലാത്ത സൂക്ഷിച്ചു നോക്കും. സ്കൂളിൽ പോവാറില്ല, അതുകൊണ്ട് സ്കൂളിൽ നിന്ന് ആരും ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് വരത്തില്ല. എനിക്കാണെങ്കിൽ മണിരത്നം ലവില്ലേ, ഞാൻ അതിന്റെ ഫാനാണ്. അയ്യോ ഹോ ഇങ്ങനെ ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? തോന്നുമല്ലോ. എനിക്ക് 2 ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ 6 വയസ്സുള്ള എന്തുവാ അടി കിട്ടുവേ, കുറുമ്പ് കാണിക്കല്ലേ, അടി കിട്ടുവേ, ഭീഷണിയൊക്കെയ. കേശുവിന്റെ മുമ്പില് ഒരാൾക്കും പിടിച്ചാൽ പറ്റില്ല. അടിച്ച് അണ്ണാക്കി അവിടെ ഇരുന്നോളാൻ പറയും. കുളിച്ചില്ലെങ്കിലും 3 ദിവസം വരെ പിടിച്ചു നിൽക്കുന്ന ഒരാള്. ഞാൻ ഇടാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് തരുന്നത്? കുറച്ചും കൂടെ മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൂടെ? ഒരുപക്ഷെ ഞാൻ അങ്ങനെ പിടിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ വേറെ പല കാരണങ്ങളും ഉണ്ടാവാം. 1-2 പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ കേശു മുടിയൻ ചേട്ടൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സ്റ്റേജ് വെച്ചിട്ട് പഴയ പാട്ടുകളൊക്കെ സ്നേഹിച്ച് ഭയങ്കര തത്വമൊക്കെ പറഞ്ഞ് പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് കിളവൻ കേശു എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി അവർ എന്താ എന്റെ അടുത്ത് അവര് ഞാൻ ഒരേ പ്രായം, അങ്ങനെയാണെങ്കിൽ ഞാൻ തള്ളവൈഭാവണ്ടേ. എല്ലാവർക്കും നമസ്കാരം. ഉപ്പുമുളകിലൂടെ നമ്മളിലേക്ക് എത്തിയ നമ്മുടെ സ്വന്തം ശിവയാണ് എന്നോടൊപ്പം. നമസ്കാരം. ഹലോ, നമസ്കാരം. അപ്പോൾ ഓണം, അതിനിടയ്ക്ക് ഒരു കല്യാണം, ചേട്ടന്റെ കല്യാണം, അങ്ങനെ കുറെ തിരക്കിലായിരുന്നു ശിവക്കുട്ടി. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു 3 ആഴ്ച? അയ്യോ ഹെക്റ്റിക്കായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞ ഓഗസ്റ്റ് 20 തുടങ്ങിയ ഓട്ടാ. സ്വന്തം ചേട്ടന്റെ കല്യാണം ഒരു അനിയത്തി എങ്ങനെയാണോ സെലിബ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിരുന്നു ആ ഒരു ബോണ്ട് നമ്മൾ വ്ളോഗിലൂടെ കണ്ടത്. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് ആലോചിക്കുമ്പോൾ ആ കല്യാണവും ആ ഒരു സമയമൊക്കെ? ഇത് അതെന്ന് വെച്ചാൽ ഭയങ്കര പെട്ടെന്നായിരുന്നു ഫുൾ പ്ലാൻസും എല്ലാം. നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ടൈം കിട്ടിയിരുന്നില്ല. കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പൊളിക്കായിരുന്നു ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷെ ശരിക്കും എൻജോയ് ചെയ്തു. അത് സ്വന്തം ചേട്ടനെ പോലെയൊന്നുമില്ല, ചേട്ടൻ തന്നെയാണ്. അപ്പൊ പിന്നെ വെച്ചാൽ ഇവർ they have been together for more than 5 years. അപ്പൊ നമ്മൾ ശരിക്കും അവരുടെ ആ ഒരു ജേർണിയിൽ എപ്പോഴും പാർട്ടായിരുന്നു. അപ്പം ദിസ് വാസ് ശരിക്കും ഒരു ഡ്രീം കം ട്രൂ മൂമെന്റ് ആയിരുന്നു എനിക്ക്. കല്യാണം കുറെ ഞാൻ എന്റെ ചെറുതിലെ തൊട്ടേ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇവരുടെ കല്യാണത്തിന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. സമയം വളരെ പരിമിതമായതുകൊണ്ട് അത്രയ്ക്കൊന്നും ഉദ്ദേശത്ര എത്തിച്ചാൻ പറ്റിയില്ല. എന്നാലും ഭയങ്കര ഗംഭീരാക്കി. അപ്പം ശരിക്കും പറഞ്ഞ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്ത് നേരത്തെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആയിരിക്കണം അങ്ങനെ എന്തെങ്കിലും? അയ്യോ നമ്മൾ മറ്റേ എനിക്ക് എല്ലാം ഈ നോർത്ത് ഇന്ത്യൻ വെഡിങ്സ്, അതായത് സംഗീത്, ഹൽദി, മെഹന്തി, അടുത്തത് അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഞാനൊരു മിനിമം 10 ഡ്രസ് എങ്കിലും എന്നുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് നടത്താന്നുള്ളത് വന്നപ്പോഴത്തേക്കും നമ്മള് എല്ലാം കുറച്ചു. എന്നാലും കുറെയൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ തീരെ ചെറുതല്ലേ, അപ്പൊ നമ്മള് ഭയങ്കര പ്ലാനിങ് ഒക്കെ നടത്തുമല്ലോ. പ്രാവർത്തികമാക്കേണ്ട വന്നപ്പോഴത്തേക്കും അത്രയ്ക്ക് എത്തിക്കാൻ പറ്റിയില്ല. ടൈമിലൊരു ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ട് എന്നാലും പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് ഫുൾ ഫാമിലി ഓട്ടമായിരുന്നു. അതായത് അമ്മ ഒരു വഴിക്ക്, ഞാനൊരു വഴിക്ക്, അപ്പ ഒരു വഴിക്ക്, പിന്നെ ചേട്ടന്റെ സൈഡിൽ നിന്നാണെങ്കിൽ എല്ലാവരും ഓട്ടത്തോടെ. എനിക്ക് തോന്നുന്നു ലൊക്കേഷനിൽ കല്യാണം വിളിക്കാൻ വന്നൊരു വ്ലോഗും ശിവ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തും ശിവ കല്യാണക്കുറി വായിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര നമുക്കൊക്കെ കണ്ടപ്പോഴത്തേക്കും, കാരണം ചേട്ടൻ്റെ കല്യാണക്കുറി വായിച്ച് കേൾപ്പിക്കുന്നു, ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അന്ന് എനിക്ക് തോന്നുന്നു ഉപ്പുമുളക് തുടങ്ങിയ സമയം തൊട്ട് ശിവ മുടിയൻ ചേട്ടൻ ഒരു ബോണ്ട്, അത് എത്രയും ഏജ് ഗ്യാപ്പ് ഉള്ളത് കൊണ്ടായിരിക്കാം ഭയങ്കര ഒരു ബോണ്ട്, നമുക്ക് ആ ഒരു ബ്രദർ സിസ്റ്റർ ബോണ്ട്. അതിന് ശേഷവും നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തു. അപ്പം മുടിയൻ ചേട്ടനെ പറ്റി ആലോചിക്കുമ്പോൾ എന്തെങ്കിലും ഒരു മെമ്മറി പെട്ടെന്ന്? അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് എല്ലാ മെമ്മറീസ് ആണ് ചേട്ടനെ പറ്റി ആലോചിച്ചത്. കാരണം ഞാൻ ഒറ്റ മോളെ, എനിക്ക് സിബ്ലിങ്സ് ആരുമില്ല. കസിൻസ് ഉണ്ടെങ്കിലും അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈമിൽ അത്രയും തന്നെ ഞാൻ ഉപ്പുമുളയിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടോ. എനിക്കൊന്നും സിബ്ലിങ്സ് ഇല്ലെന്ന് പറയണ്ട, കാരണം 5-6 എനിക്ക് സ്വന്തം എന്റെ ബ്ലഡ് സിബ്ലിങ്സ് ഇല്ല. എന്നാലും ഹാഫ് മൈ ലൈഫ് ഞാൻ ഉപ്പുമുളയിൽ തന്നെ ആയിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഉള്ളവരെല്ലാവരും ഇറ്റ്സ് ലൈക്ക് എൻ്റെ ഓൺ, എൻ്റെ സ്വന്തം ആൾക്കാരെന്നുള്ളൊരു അതിൻ്റെ എപ്പോഴും എനിക്ക് ഉണ്ടാവാറില്ല. അപ്പം ചേട്ടനെ പറ്റി എന്താ എന്നെ മാക്സിമം അലമ്പാക്കി നിർത്തുന്നത്, വശമാക്കാൻ ഭയങ്കര കൊഞ്ചിക്കും, ഒരുപാട് നമ്മളെ പാമ്പർ ചെയ്ത് നിർത്താന്ന് പറയത്തില്ലേ, അത് ചേട്ടനാണ്. ബാക്കി എല്ലാവരുടെ അടുത്തും അമ്മ, അതായത് കുരുത്തക്കേട് കാണിച്ചാൽ നല്ല ചീത്ത പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും ചേട്ടൻ അങ്ങനെ വലിയ ചീത്തയൊന്നും പറയില്ല. നമ്മളെപ്പോഴും ഇങ്ങനെ കൊഞ്ചിച്ച് ഭയങ്കര ഒരു കുഞ്ഞു ഭാവെ പോലെ ഇപ്പോഴും കൊണ്ട് കെയർ ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു പാറക്കുട്ടീനെ എടുത്ത സമയത്ത് ചേട്ടൻ എന്നെ എടുത്തില്ല എന്ന് ശിവ ഭയങ്കര കുശുമ. അങ്ങനെയല്ല, പാറു വരുന്നവരെ അവിടെ ഞാനായിരുന്നു എല്ലാവരുടെയും കണ്ണിലുണ്ടി കുരുത്തക്കേടുകളൊക്കെ ഞാൻ കാണിച്ചു വിടുന്നപ്പോഴും ആരും ഒന്നും കേശു ഞാൻ ഒരേ ഏജാ എങ്കിൽ പോലും ഞാനൊരു കുരുത്തക്കേട് കാണിച്ചാലും അവനൊരു കുരുത്തക്കേട് കാണിച്ചാലും അവന് ചീത്ത കൂടുതൽ കിട്ടും, എനിക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്.
അപ്പൊ ആ ഒരു സാധനം ഞാൻ ഭയങ്കരമായി ആസ്വദിച്ചിരുന്നു. അപ്പോഴാണ് പാറക്കുട്ടി കേറി വരുന്നത്. വരുന്നത്. അതെ, പിന്നെ മുടിയൻ ചേട്ടന് മുകളിൽ നിന്ന് മാറുന്ന സമയത്തും ഞാനും ചേട്ടനും എപ്പോഴും ലൈക്ക് മോസ്റ്റ്ലി കാണാറുണ്ട്, ഡാൻസ് ആയിട്ടോ പ്രോഗ്രാംസ് ആയിട്ടോ ഒക്കെ കാണാറുണ്ട്. അപ്പം ആ ഒരു ഞങ്ങളുടെ ആ ഒരു ബോർഡിനിടയ്ക്ക് പെട്ടെന്ന് നമ്മുടെ പാറക്കുട്ടി ലൈക്ക് ഓക്കെ എനിക്ക് അത്ര പിടിക്കുന്നില്ല. പക്ഷെ എന്നാലും അവരുടെ ആ ഒരു എനിക്ക് പണ്ടത്തെ എന്റെയും മുടിയൻ ചേട്ടനെ ഓർമ്മ വരും പാറക്കുട്ടിയും ചേട്ടന്റെ ആ ഒരു കണക്ഷൻ കാണുമ്പോഴത്തേക്കും. അവളാണെങ്കിൽ ചേട്ടനെ കണ്ടെങ്കിൽ കുഞ്ചി പാറുവാ, കുഞ്ഞു പൂച്ചക്കുട്ടികളൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരച്ച് നിൽക്കൂലേ. ചേട്ടനും അതുപോലെ തന്നെ പാറുമായിട്ട് ഒരു ഭയങ്കര. അതുപോലെ തന്നെ ഇപ്പം ഉപ്പുമുളകിൽ ഐശ്വര്യ ചേച്ചി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു, ഇപ്പം മുടിയൻ ചേട്ടൻ്റെ വൈഫായിട്ടുള്ള. അപ്പം നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഇങ്ങനെ പ്രണയമുണ്ട്, മുടിയൻ ചേട്ടന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ അറിയായിരുന്നു ശിവയ്ക്ക്? ആക്ച്വലി അറിയായിരുന്നു. എത്ര നാള് മുന്നേ ഒക്കെ? ചേട്ടൻ ബോധം പോയി ചെയ്യുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഐശ്വര്യ ചേച്ചി പരിചയപ്പെടുന്നത്. അതിനുശേഷം എനിക്ക് ഒരു 1 year 1.5 years കഴിഞ്ഞപ്പോഴത്തേക്കും അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ ഉപ്പുമുളകിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ശിവയുടെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു, അത് ഉപ്പുമുളകിൽ ഓൾറെഡി വന്നിട്ടുണ്ട് പറഞ്ഞു. എങ്ങനെയായിരുന്നു പറഞ്ഞു? അല്ല, എന്റെ അടുത്ത് വന്ന് പറഞ്ഞില്ല, കണ്ടുപിടിച്ച് ചെറുതാണ്. അതെ, അവരെല്ലായിടത്തും ഒരുമിച്ച് പോകുന്നു. പിന്നെ ഒരു സാമാന്യബോധത്തിൽ നമുക്ക് മനസ്സിലാവല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു ചേച്ചി ഇതാണോ ചേച്ചി? ഇതാണ് ചേച്ചി. അങ്ങനെയാണ് പിന്നീട് സെറ്റിൽ എല്ലാവർക്കും തന്നെ അറിയായിരുന്നു, ഉപ്പുമുളകിലുള്ളവർക്ക് അന്നേരം തന്നെ. അപ്പം ഇപ്പം ഐശ്വര്യ ചേച്ചി പെട്ടെന്ന് മുടിയൻ ചേട്ടന്റെ വൈഫായിട്ട് വരുന്നു. അപ്പം ആദ്യം ആ ഒരു മുടിയൻ ചേട്ടനുമായിട്ട് നല്ലൊരു കണക്ഷൻ, അപ്പൊ അതുപോലെ തന്നെ പെട്ടെന്ന് ഐശ്വര്യ ചേച്ചിയായിട്ടും ശിവ ഓക്കെ ആയി? ചേച്ചിയായിട്ട് ഞാൻ പണ്ടോട്ടുള്ള ആ ഒരു 4-5 years ആയിട്ട് ഞങ്ങളും അതേ ഒരു ബോണ്ടിലാണ്. ഇപ്പം ചേട്ടന് അവിടെ നേരെ അവിടെ നിന്നാണ് ഷൂട്ടിൽ നിന്ന് നേരെ പ്രാക്ടീസിനൊക്കെ വരാണെങ്കിൽ ചേച്ചി കൂടെ ഉണ്ടാവും. ഞങ്ങളും ചേച്ചി സംസാരിക്കാറൊക്കെ ഉണ്ട്. അതാണ് മനഃപൂർവ്വം വീഡിയോകളിൽ നിന്ന്, ശിവയുടെ വീഡിയോകളിലൊന്നും ഐശ്വര്യ ചേച്ചി വന്നിട്ടില്ല. മനഃപൂർവ്വം ചേച്ചിക്ക് ഷൂട്ട് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പം ഇവര് ഡാൻസ് പ്രാക്ടീസിനാണ് മിക്കപ്പോഴും ചേച്ചി വരാറ്. കാരണം അവരെങ്ങനെയെങ്കിലും ഒരുമിച്ച് പോകുന്ന നേരത്തേക്കും പ്രാക്ടീസ് വെക്കുക. അപ്പൊ അവരൊരുമിച്ച് അങ്ങനെയാണ് കിട്ടാറുള്ളൂ. മുടിയൻ ചേട്ടൻ്റെ കല്യാണത്തിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്നതാണ് ലച്ചു ചേച്ചി എവിടെ, ലച്ചു ചേച്ചി എവിടെയെന്ന്. എനിക്കത് ശിവയുടെ അടുത്തും ഓൾറെഡി ആൾക്കാർ ഒരുപാട് കമന്റ്സ് ആയിട്ടും മെസ്സേജ് ഒക്കെ ആയിട്ടും ചോദിക്കുന്നുണ്ടല്ലേ, എന്താണ് ആക്ച്വലി? മുടിയൻ ചേട്ടൻ ചോദിച്ചിരുന്നു ക്വസ്റ്റ്യൻ, ഇന്റർവ്യൂ മുഴുവൻ കണ്ടുതീർത്തില്ല. എന്താണ് ലച്ചു ചേച്ചി ഇത് പ്രശ്നം അറിയോ? കല്യാണം പെട്ടെന്ന് അനൗൺസ് ചെയ്തതല്ലേ. അതായത് September 5th എന്നുള്ള കാര്യം ഓൾമോസ്റ്റ് August ലാസ്റ്റ് വീക്ക് എന്താണ് അനൗൺസ് ചെയ്തത്. അപ്പോ നമുക്കും ഞങ്ങൾ എല്ലാവരും അപ്പോഴും തന്നെ അറിഞ്ഞത്. മുടിയൻ ചേട്ടൻ ബിഗ് ബോസിന് വന്ന് പെട്ടെന്നായിരുന്നല്ലോ ഫുൾ കാര്യങ്ങളും. അപ്പോ ചേച്ചിക്ക് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആയിട്ട് മുൻകൂട്ടി പറഞ്ഞിരുന്ന ഷൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇറ്റ് വാസ് ലൈക്ക് എവിടെ പുറത്ത് വേറെ എവിടെയോ ആയിരുന്നു, കേരളത്തിലായിരുന്നില്ല തോന്നുന്നു. ചേച്ചി ആ ടൈമിൽ ഷൂട്ടിൽ ഉപ്പുമുളകൊന്നും ലീവ് എടുത്ത് തന്നെയായിരുന്നു നിന്നിരുന്നത്. അപ്പോ ദാറ്റ് ഹാപ്പൻഡ്. അതാണ് ഈ എന്തൊരു പെട്ടെന്നായി പോയതുകൊണ്ടാണ്. എനിക്കും ആ സമയത്ത് ശരിക്കും കുറെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഉപ്പുമുളകിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ എക്സാം ഉണ്ടായിരുന്നു. ചേട്ടൻ പെട്ടെന്ന് അനൗൺസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു. അതുപോലെ തന്നെ ഇപ്പം ആ ഒരു കല്യാണ വീഡിയോക്കകത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, കേശു മുടിയൻ ചേട്ടൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന സ്റ്റേജ് വെച്ചിട്ട് ക്ലോക്ക്, കേശുവിന്റെ ക്ലോക്ക്. അപ്പം അല്ല ആ വീഡിയോ ഭയങ്കര രീതിയിൽ വൈറലായിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ആ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നപ്പോഴത്തേക്കിനും കുറെ കമന്റ്സ് വന്നു. കിളവൻ കേശു ആയി, തന്റെ വൈവ് കാണിക്കണം, അങ്ങനെ നെഗറ്റീവായിട്ട് ഒരുപാട് കമന്റ്സ് കേശുവിന് വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഇങ്ങനെ ഈ ഒരു, അതായത് ഇപ്പം നമ്മുടെ ഉപ്പുമുളകിലാണെങ്കിൽ നിങ്ങൾ കിളവൻ കേശു എന്ന് കേശുവിനെ വിളിക്കാറുണ്ട്. അപ്പം എങ്ങനെയാണ് കേശു ആക്ച്വലി? ഉപ്പുമുളകിൽ വിളിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. അതായത് വെച്ചാൽ കേശു എപ്പോഴും പഴയ പാട്ടുകളൊക്കെ സ്നേഹിച്ച്, അതായത് ഉപ്പുമുളകിൽ അച്ഛന്റെ ക്യാരക്ടർ എങ്ങനെയാണോ അതേ എങ്ങനെ റെപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിക്കാണ് കേശുവിന്റെ ക്യാരക്ടർ വരുന്നത്. പഴയ പാട്ടുകളൊക്കെ സ്നേഹിച്ച് ഭയങ്കര തത്വമൊക്കെ പറഞ്ഞ് പഴഞ്ചൊല്ലൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് കിളവൻ കേശു എന്ന് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ഒരു കമന്റ്, അതായത് കമന്റ് ബോക്സിൽ ഇപ്പം ആൾക്കാർ പല രീതിയിൽ ഇങ്ങനെ, അതായത് റിയാക്ഷൻ കൂടുതൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം കേശുവിന് നെഗറ്റീവ് ഒരുപാട് ആ ഒരു വീഡിയോയിൽ വന്നിരുന്നു. ഒരാളുടെ ഒപ്പീനിയൻ ജഡ്ജ് ചെയ്യാനായിട്ട് ഞാൻ ആരുമല്ലല്ലോ. അവർക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മേ ബി എന്റെ അടുത്ത് അവര് ഞാൻ ഒരേ പ്രായമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ ബിഹേവിയർ ഒക്കെ അതിപ്പോ എന്റെ യൂട്യൂബ് കമന്റ്സിലും ഞാൻ നമ്മുടെ പൊന്നൂസ് എനിക്ക് അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ തക്കുടു, അപ്പം നല്ല തള്ള വൈബാണ്. അമ്മയുടെ തക്കുടു, അമ്മുമ്മയെ പോലെ ബിഹേവ് ചെയ്യും.
എനിക്ക് അങ്ങനെയൊക്കെ വിളിക്കുന്നത് ഭയങ്കര ഞാനൊരു ഭയങ്കര കംഫർട്ട് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇപ്പം വീഡിയോസിൽ വരുന്ന അങ്ങനെയുള്ള ആൾക്കാരോട് ഇപ്പം നമ്മൾ എഫേർട്ട് ഇട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അത് കാണുന്നവർക്ക് വേണമെങ്കിൽ കാണാം, ഇല്ലെങ്കിൽ അതർ വീഡിയോയിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകാൻ ഓൾറെഡി ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നിർബന്ധിച്ച് ഇപ്പോൾ ഒരു വീഡിയോസ് കാണിക്കാമല്ല, ഇപ്പം ശിവയുടെ വീഡിയോസ് ആണെങ്കിലും ആരുടെ വീഡിയോസ് ആണെങ്കിലും. അപ്പൊ അങ്ങനെ ഇടുന്നവരോട് ശിവയ്ക്ക് എന്താണ് ലൈക്ക്? അങ്ങനെയൊന്നുമില്ല. യൂട്യൂബിൽ കമന്റ്സ് ഇടുന്നവരുടെ സ്പേസ് കൊടുത്തേക്കുന്നത് ആൾക്കാർക്ക് അവരുടെ ഒപ്പീനിയൻ അഡ്രസ് ചെയ്യാനാണ്. അവർ അഡ്രസ് ചെയ്തോട്ടെ. പക്ഷെ അത് പറഞ്ഞ ഒരാളെ ടോർച്ചർ ചെയ്യാനൊന്നും നിൽക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. യു ക്യാൻ അഡ്രസ് ദിയർ ഒപ്പീനിയൻ. അവർക്ക് എനിക്ക് ഒരുപാട് നല്ല കമന്റ്സ് യൂട്യൂബിൽ കിട്ടാറുണ്ട്. അതായത് മോളെ ഇതിന് ഇനി ഇങ്ങനെ ചെയ്യാണ്, കുറച്ചുകൂടെ മാറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുന്നു. അതായത് നല്ല നല്ല നമ്മളെ മെന്റർ ചെയ്തെടുക്കുന്ന രീതിക്കുള്ള നല്ല കമന്റ്സ് ഒരുപാട് കിട്ടാറുണ്ട്. അതും ഇങ്ങനെ ഹെയ്റ്റിന്റെ ഫോമിലല്ലെങ്കിലും അങ്കിൾമാര് അല്ലെങ്കിൽ ആന്റിമാരൊക്കെ പറയാറുണ്ട് കുറച്ചും കൂടെ വേറൊരു രീതിയിലേക്ക് ചിന്തിച്ചു നോക്കിക്കൂടെ, അല്ലെങ്കിൽ ശിവാനി ആ പറഞ്ഞത് ഉചിതമായിരുന്നില്ല, അതിനെ വേറൊരു രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ തോന്നില്ലായിരുന്നു. അങ്ങനത്തെ നല്ല കമന്റുകൾ കിട്ടാറുണ്ട്. അപ്പോ ഞങ്ങളുടെ ഭാഗത്തൊരു മിസ്റ്റേക്കിനെയാണ് പോയിന്റ് ഔട്ട് ചെയ്തെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അല്ലാണ്ട് ഒരു ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലെ ഭയങ്കര മോശമായി പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് അയ്യോ ആണോ അങ്ങനത്തെ ഒരു സാധനം തോന്നും. അങ്ങനെ വിഷമമൊക്കെ തോന്നും. ആൾക്കാർക്ക് തോന്നുന്നു നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഒപ്പീനിയൻ, അവരുടെ മെന്റാലിറ്റി, നമ്മള് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്തപ്പോഴും അതെ ഞാൻ ചെയ്യുന്നത് എന്താണെങ്കിലും ഞാൻ എപ്പോഴാണെങ്കിലും ചെയ്യും. അതിൽ നിന്ന് അവർക്ക് എന്നെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. അവർക്ക് മാറ്റങ്ങൾ എന്തെങ്കിലും ഓക്കെ ഇങ്ങനെ ഒരു പുതിയൊരു ഐഡിയ എനിക്ക് തരാമെങ്കിൽ ഓക്കെ മേ ബി ഞാൻ അത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. അത്രേ ഉള്ളൂ. എനിക്ക് ഒരാഴ്ചയിൽ തുടങ്ങിയ ഉപ്പുമുളക് ഇപ്പം 8 വർഷം കഴിഞ്ഞ 9 വർഷത്തിലേക്ക് എന്തോ അത് 9 years ആവുന്നു. 2015 ഡിസംബറിൽ സ്റ്റാർട്ട് ചെയ്തു. അതാ പറഞ്ഞു ഒരാഴ്ച എന്ന് പറഞ്ഞ് തുടങ്ങിയൊരു സീരിയൽ അല്ലേ. അപ്പം ഒന്ന് തിരിഞ്ഞു നോക്കും. എനിക്ക് തോന്നുന്നു ശിവാനിയെ സംബന്ധിച്ചിടത്തോളം ശിവയുടെ ഒരു ഗ്രോത്ത് കംപ്ലീറ്റ്ലി നമുക്ക് ഉപ്പുമുളകിൽ കാണാം. കാരണം സീസൺ 1, 2, 3 വളരെ ചെറുതായിരുന്നു നമ്മുടെ മുമ്പിലേക്ക് എത്തിയ ശിവ വളരുന്നത് ഉപ്പുമുളകിലൂടെ പ്രേക്ഷകരെ ഓരോ നിമിഷവും കണ്ടുകൊണ്ടിരുന്നു. അവ എങ്ങനെയാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ഉപ്പുമുളക് നമുക്ക് വേർഡ്സ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന ജേണിയാണ് ഇന്ന് ഉപ്പുമുളക്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര അപ്രതീക്ഷിതമായിട്ട് വന്നു പെട്ടു ഇനിയിപ്പോ എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയത്. എപ്പോഴും അവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ എൻ്റെ ലൈഫിൽ സ്വപ്നത്തെ പോലും കണ്ടിട്ടാത്ത കാര്യങ്ങളൊക്കെയാണ് നടക്കാറുള്ളത് പലപ്പോഴും. അതിപ്പോ ഉപ്പുമുളകും തുടങ്ങിയത് തന്നെ അങ്ങനെയാണ്. എൻ്റെ ഏട്ടൻ്റെ എൻ്റെ സ്വന്തം ചേട്ടൻ്റെ കല്യാണം, എൻ്റെ ഫസ്റ്റ് കസിന്റെ കല്യാണമായിരുന്നു. ഉപ്പുമുളക് തുടങ്ങി പിറ്റേ ദിവസം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് ചെയ്യാം. കാരണം ചേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽ ആകെയുള്ള ഒരു ചേട്ടനാണ്. ആളുടെ കല്യാണം ഞാൻ മുടിയൻ ചേട്ടന്റെ കല്യാണം നടത്തുന്ന പോലെ അത്രയും എനർജിയില് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വെഡിങ് ആയിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഓക്കെ ഉപ്പുമുളകിലേക്ക് ഇല്ല എന്തായാലും, കാരണം ഈ കല്യാണമാണ് റൈറ്റ് നൗ ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ്. എത്ര വയസ്സുണ്ട് ശിവയ്ക്ക്? അന്ന് എനിക്ക് 8 വയസ്സ്. 8 വയസ്സ് കഴിയാറായി. കാരണം അപ്പം ഞങ്ങൾ ഉപ്പുമുളകിൽ പോവണ്ടെന്ന് വെച്ചിരിക്കുന്ന സമയത്താണ് പിന്നെ പറഞ്ഞു വന്ന് നോക്കും, ഒരാഴ്ചത്തെ കാര്യമില്ല, കല്യാണത്തിനൊക്കെ ലീവ് എടുത്ത് പോക്കോ കുഴപ്പമില്ല വന്ന് നോക്കാന്ന് പറഞ്ഞു. ഓക്കെ ഞങ്ങൾ ഒരാഴ്ച പോയി. പിന്നെ നമുക്ക് പതുക്കെ വി ഫെൽ ഇൻ ലവ് വിത്ത് ദാറ്റ് പ്ലേസ്. അവിടുത്തെ ആൾക്കാരാണെങ്കിലും നിഷാമയും കേശുവും എന്നെ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികളെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ചായിരുന്നു. ബാക്കിയുള്ളവരാണെങ്കിലും ഭയങ്കര കമ്പനി. എല്ലാവരും ഇതേപോലെ കുട്ടിക്കളി മാറാൻ, കാരണം ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒക്കെ ആ ഒരു ടീനേജ് ജീവിതം അങ്ങനെ നിൽക്കുന്ന ടൈമിലല്ലേ വന്നേ. അപ്പം ഞങ്ങളൊരു ഭയങ്കര പെടുന്ന ബോണ്ടായ ആൾക്കാരാണ് കുറെ പേര്. എന്താണ് അത് ആൾക്കാരും അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. കാരണം എന്ന് വെച്ചാല് അവർക്ക് എവിടെയോ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു നമ്മുടെ ആ ഒരു ബോണ്ട് കണ്ടപ്പോൾ. ദാറ്റ് വാസ് റിയലി എ ബ്ലെസ്സിങ്. അത് ആൾക്കാർക്കും അത്രയും അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. നമ്മളെ അവരുടെ വീട്ടിലൊരു മെമ്പറിനെ പോലെ അങ്ങനെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയൊക്കെ എത്തിപ്പെടാൻ പറ്റൂന്ന് തന്നെ. അതുപോലെ തന്നെ ഇപ്പം ഉപ്പുമുളകിലാണെങ്കിലും ശിവയുടെ പേര് ശിവാനി റിയൽ നെയിം തന്നെയായിരുന്നു ഉപ്പുമുളകിൽ. ബാക്കി എല്ലാവരുടെയും പേര് നോക്കുമ്പോഴത്തേനും എല്ലാം ശിവയ്ക്ക് മാത്രമേ ഉള്ള ആ ഒരു ഇതും ശിവ എന്നുള്ള പേരും. അപ്പൊ അതെങ്ങനായിരുന്നു ആ പേര് തന്നെ? അത് ആക്ച്വലി ഞങ്ങളുടെ ഫസ്റ്റത്തെ ഡയറക്ടർ ഉണ്ട് സാർ. നമ്മുടെ ഷൂട്ടിന്റെ ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഞാനും കേശു ഇങ്ങനെ ഫുൾ സെറ്റിൽ കൂടെ ഓടി നടന്ന് റൗണ്ട് അടിച്ച് അവരെ കാണുന്നു ഇവരെ കാണുന്നു പരിചയപ്പെടുന്നു. അപ്പൊ കുട്ടികളോട് നമ്മൾ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് ആ ഒരു കമ്പനി ഉണ്ടല്ലോ, അവരൊക്കെ എടുത്ത് ഭയങ്കര കത്തി വെച്ച് കൊല്ലാന്നുള്ളതായിരുന്നു എന്റെയും കേശുവിന്റെയും പോളിസി ചെറുപ്പത്തോട്ടെ. അപ്പം നമ്മളിങ്ങനെ എല്ലാവരെയും കണ്ടു വന്നപ്പോഴത്തേക്കും ഡയറക്ടർ സാറിനെ നമുക്ക് അറിയത്ത് പോലും ഇല്ല. ഹലോ നമ്മുടെ ചെറുതും കൂടെ. അപ്പം പിന്നെ ആ ഒരു വൈബില് ഒന്നാമത് ഹൈപ്പർ ആക്റ്റീവ് സാറിയിരിക്കും. അവന് പിന്നെ ഇപ്പൊ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാത്ത ഒരാള് തന്നെയാണ്. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക, ആരെങ്കിലും ചൊറിഞ്ഞോണ്ടിരിക്കുക, ഭയങ്കര കൊണ്ട് കേശുവിനെ ചൊറിയുന്ന ഒരു റോള് തന്നെയായിരുന്നു തുടങ്ങിയ സമയം തൊട്ടേ അല്ലേ? സാറിങ്ങനെ കണ്ടറിഞ്ഞു തന്നതാന്നൊക്കെ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അങ്ങനെ റോള് കണ്ടറിഞ്ഞു തന്നെ തന്ന കേട്ടോ. എന്താണെങ്കിലും അത് ആക്ച്വലി ഫസ്റ്റ് എന്ന് പറഞ്ഞാല്
അവര് നോക്കുമ്പോഴത്തേക്കും പൊക്കത്തിൽ ഞാൻ തീരെ ചെറുതാ, കേശുവിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. സംഗതി ഞാൻ അവനേക്കാൾ കടുകുമണി പോലെ ഉണ്ടായിരുന്നുള്ളൂ. അത് 8 വയസ്സെന്ന് പറഞ്ഞിട്ട് ഞാൻ മാറ്റം എന്തെങ്കിലും ഉണ്ടോ? കഷ്ടിച്ചിട്ട് 2 അടി പൊക്കം വെച്ചാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ കേശുവിനേക്കാളും 2 മാസം മൂത്തതാണ് ഞാൻ. എന്നാ പോലും അവനെ വെച്ച് അപ്പം കാണുമ്പോഴും ഞാൻ തീരെ ചെറുത്. അപ്പം അവര് വിചാരിക്കുന്നേ ഇല്ല ഞാനിങ്ങനെ സംസാരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത്രയും ഇങ്ങനെ പിരി നടക്കുന്ന കൊച്ചാണെന്ന് ഒരു ചിന്തിക്കുന്നില്ല. ഫസ്റ്റ് ഞാൻ പോയി പേരിന്റെ കാര്യം ഞാൻ ചോദിച്ചു, സാർ എന്താണ് എന്റെ പേര്? പറഞ്ഞു എന്താ നിന്റെ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എന്താ നിന്റെ പേര്? ഞാൻ പറഞ്ഞു എന്റെ പേര് ശിവാനി. എന്നാ പിന്നെ നിന്റെ പേര് ശിവാനി എന്ന് വെച്ചോ. ഓക്കെ. അങ്ങനെ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഡയറക്റ്റ് പേര് എനിക്കൊന്നും നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കാം മേ ബി. എന്താ എന്റെ പേര്? എന്താ നിന്റെ പേര്? ശിവാനി. അതാണ് നിന്റെ പേര്. നിനക്ക് അവിടെ വെച്ച് തന്നെ പേരിട്ടത്. അങ്ങനെ ശിവാനി അങ്ങനെ. പിന്നെ കേശു ഞാനും മൊത്തത്തില് അവിടെ എന്താ പറയുക, ഞങ്ങൾ ഇത്രയൊന്നും സംസാരിച്ചിരുന്നില്ല ആദ്യമൊന്നും. പിന്നെ നോക്കുമ്പോഴത്തേക്കും ആൾക്കാർ കാണുന്ന മുഴുവൻ ഞാൻ അവന്റെ പുറകെ ചൊറിയോണ്ട് നടക്കുന്നതാണ്. സാറ് വെച്ച് ഓക്കെ തന്റെ റോൾ ഇതാണ്, താൻ ആൾക്കാരെ ചൊറിഞ്ഞോ. അതാണ് തനിക്ക് പറ്റിയതൊക്കെ അല്ലേ. നമുക്ക് എന്തായാലും ഒരു ഉപ്പുമുളക് റൗണ്ടിലേക്ക് പോകാം. ഞാൻ ഉപ്പുമുളക് റൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് കുറച്ച് കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം ആരെയാണോ മനസ്സിൽ ഓർമ്മ വരേണ്ടത് അവരുടെ പേര് പറഞ്ഞാൽ മതി. ഓക്കെ. ഉപ്പുമുളകിലെ ആൾക്കാരാണ്. നാളെ തുടങ്ങോട്ടോ, എനിക്ക് തിരിച്ചു പോകാനുള്ളതാണ്. ഓക്കെ ഓക്കെ. അവിടെ കേറ്റാണ്ടാവരുതെന്നൊക്കെ ചോദിക്കട്ടെ. ഉപ്പുമുളക് റൗണ്ടിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഭയങ്കര ഫണ്ണാണ്, എപ്പിസോഡ് വരുമ്പോഴും എല്ലാം ഭയങ്കര ഫൺ പാക്ഡ് ആണ് നിങ്ങൾ എല്ലാവരും ആണെങ്കിലും. പക്ഷെ ഏറ്റവും കൂടുതൽ പെട്ടെന്നൊക്കെ ദേഷ്യം വരുന്ന ഒരാളാരാ? ദേഷ്യം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ദേഷ്യം അച്ഛൻ മുടിയൻ ചേട്ടൻ ആണോ? രണ്ടുപേരും ദേഷ്യപ്പെട്ട് കണ്ടിട്ടുണ്ട് സെറ്റില്. കമ്പാരിറ്റീവ്ലി പെട്ടെന്ന് രണ്ടാമത് ഷോർട്ട് ടെമ്പേർഡാ. എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയാനാണെങ്കിൽ നമ്മളൊക്കെ അവർ ഓൾറെഡി ഫ്രസ്ട്രേറ്റഡ് നിൽക്കുവാണെങ്കിൽ ഞാനാണെങ്കിൽ ഞാൻ നടക്കുന്നത് ഒരു കണ്ണും മൂക്കും ഇല്ലാത്ത പോലെ നടക്കുന്നതൊക്കെ. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ചാട്ടം, ഈ മറ്റേ തവളയൊക്കെ ചാടൂലേ സോഫയുടെ മുകളിൽ ഇങ്ങോട്ടൊരു ചാട്ടം, ചിലപ്പോ ആരെങ്കിലും ചവിട്ടോ തട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് അത് അറിയുന്ന പോലും ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ കേട്ടോ. തല്ലിട്ട് തുടങ്ങും, അതുകൊണ്ട് ഇപ്പൊ നന്നായി തുടങ്ങി. അപ്പോഴൊക്കെ പെട്ടെന്ന് കൊച്ചിനെ കൊണ്ട് ഒരു സ്വസ്ഥത അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി അടങ്ങി നിന്നൂടെ. 2 മിനിറ്റ് ഈ ബാക്ക് 2 മിനിറ്റ് ആയപ്പോ വീണ്ടും തന്നെ. അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടാറുണ്ട് അച്ഛനും മുടിയൻ ചേട്ടനും. കാര്യമുള്ള കാര്യത്തിന് നമ്മുടെ കുരുത്തക്കേട് കാരണം തന്നെ കുരുത്തക്കേട് കിട്ടാറുണ്ട് അതല്ലേ. കുളിച്ചില്ലെങ്കിലും 3 ദിവസം വരെ പിടിച്ചു നിൽക്കുന്ന ഒരാള് അത് ഞാനാണ്. അത് ആർക്കും വിട്ടോണ്ട് അല്ല, മുടിയൻ ചേട്ടനുണ്ട്. അത് പിന്നെ റീസൺ ആണെന്ന് വെക്കാം. ഞാൻ അങ്ങനെയല്ല, കുളിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. വെയിൽ കഴിയാൻ ഓക്കെ, പക്ഷെ മുടിയെ ഇത്രയും കുളിച്ച് ഷാമ്പൂ ഒക്കെ ഇട്ട് വരുമ്പോഴത്തേക്ക് 1.5 മണിക്കൂർ പോകുന്നേ. അതുകൊണ്ട് ഞാൻ അതിന് പോവാറേ ഇല്ലെന്ന്. അങ്ങനെയുള്ള ഒരു 3 ദിവസം ആഴ്ചയിൽ 3 പ്രാവശ്യം കുളിക്കാറുണ്ട്. ഓക്കെ, ഇത് നിങ്ങളുടെ ക്യാപ്ഷൻ ആയിരിക്കുമല്ലേ? ആഴ്ചയിൽ 3 ദിവസമേ ഞാൻ കുളിക്കാറുള്ളൂ. ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്കും ട്രോളുകൾ കൊണ്ട് ഞാൻ എനിക്കൊന്നിപ്പോ തമ്മിലുകളെ ഭയങ്കര പേടിയാണെന്ന് തോന്നുന്നല്ലേ. അതായത് വെച്ചാല് നമ്മള് പറയുന്ന കാര്യമൊന്നും ഇവരിടുന്ന ക്യാപ്ഷൻ ചിലപ്പോ ഒരു ബന്ധം ഉണ്ടാവില്ല. നമ്മള് ആ വാക്ക് പരാമർശിച്ചു പോയിട്ടേ ഉണ്ടാവത്തുള്ളൂ. ഇതൊക്കെ കേറി ഇട്ടളിയൊന്നേ പല ക്യാപ്ഷൻ ഉണ്ട്. ഞാൻ തന്നെ നോക്കാറുണ്ട്, ഞാൻ കൊടുത്ത ഇന്റർവ്യൂ ആണോ ഇത്? അങ്ങനെ ഏതെങ്കിലും വന്ന ഏതെങ്കിലും അയ്യോ എന്ത് ചില യൂട്യൂബിലെ ഷോർട്സിൽ ഈ ഓൺലൈൻ വീഡിയോസ് ഇല്ലേ, അവര് നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ പോകുമ്പോ അല്ലെങ്കിൽ എങ്ങനെ ഇപ്പം മുടിയൻ ചേട്ടന്റെ കല്യാണത്തിന് ഹൽദിക്കോ കല്യാണത്തിനോ അങ്ങനെ എന്തിനോ ഞാൻ പറഞ്ഞ എന്തോ ഒരു കാര്യമായിരുന്നു. ഇവര് ഇപ്പൊ ക്യാപ്ഷൻ ഇട്ടൊക്കെ വരും. നമ്മളിപ്പോ ഫസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ ഞാൻ ക്യാപ്ഷൻ ആകണ്ടേ, ഞാൻ വെച്ചു ഞാനിതൊക്കെ പറഞ്ഞു. ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെയാണല്ലോ. നമ്മള് വേറെ വല്ലവരോടും പറഞ്ഞ കാര്യമോ അല്ലെങ്കിൽ നടന്നിട്ടേ ഇല്ലാത്ത കാര്യം മനസ്സിൽ നിന്നൊക്കെ എടുത്തങ്ങ് എഴുതിയിടുക അല്ലേ. മുടിയൻ ചേട്ടൻ എന്താ സമ്മാനം കൊടുത്തത്? അതായത് സ്നേഹം മാത്രമാണ് സമ്മാനം. ഇതൊക്കെയാണ് ക്യാപ്ഷൻ. ഞാൻ സ്നേഹമല്ലേ കൊടുക്കേണ്ടതെന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞതല്ലേ. എനിക്ക് തോന്നുന്നു ശിവ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പം കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് പോകാനാണെങ്കിലും ഓൺലൈൻ മീഡിയക്കാരെ പേടിയാണ്. കാരണം അവര് അത് എനിക്ക് ഇത് പ്രാവശ്യം ഞാൻ ആക്ച്വലി റിസപ്ഷന്റെ ഡ്രസ് ഇട്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഹാബിറ്റ് ഉണ്ട്. ഞാനിങ്ങനെ കൈ എപ്പോഴും ഇങ്ങനെ വെച്ചേക്കും. അത് എനിക്ക് നമ്മള് അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ പിരിപിരിപ്പിച്ചെടുക്കാലോ. പറ്റത്തോണ്ട് ഞാൻ ടോപ്പ് ഇങ്ങനെ വലിച്ചിടേ. അത് ഞാൻ ബോഡി കോൺഷ്യസ് ആയതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ അതിട്ടിട്ട് ഡാൻസ് കളിക്കോ? ഇല്ലല്ലോ. അപ്പം ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഇടാൻ പറ്റത്തില്ലെങ്കിൽ എന്തിനാ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത്? കുറച്ചും കൂടെ മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടൂടെ?
അപ്പൊ എന്റെ ഇഷ്ടമല്ല എന്ത് ഞാൻ ഇടണമെന്നുള്ളത്. അത് ശരിയാണ്. ഒരുപക്ഷെ ഞാൻ അങ്ങനെ പിടിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ വേറെ പല കാരണങ്ങളും ഉണ്ടാവാം. ഇതൊക്കെ ആൾക്കാർ ഇതൊക്കെയാണ് മീഡിയക്കാർക്ക് അറിയേണ്ടത്. അതെ അതെ. അതുകൊണ്ട് ചില ഡ്രസ്സുകളൊക്കെ ഇട്ട് പുറത്തു പോകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഞാൻ ഭയങ്കര ഒരു എന്താ നടക്കണേ, ഞാൻ ഭയങ്കര ഒരു എപ്പോഴും സോഷ്യലി നോക്കി 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 എവിടെ നിന്നൊക്കെയാണ് ക്യാമറകൾ വരുന്നത് എന്നുള്ളൊരു. അതുകൊണ്ട് മാക്സിമം ഞാനിപ്പോ പുറത്തു പോകുമ്പോ ഇങ്ങനത്തെ എന്തെങ്കിലും എടുത്തിടും. പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പേടിയാണെന്നൊക്കെ ആൾക്കാര് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലൊക്കെ ചിലപ്പോ കാര്യങ്ങളെ മാറ്റി വളച്ചൊടിക്കുന്നത് ഭയങ്കര അല്ലേ. 1-2 പ്രാവശ്യം പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ സന്തോഷം. ആര് വന്നാലും അതുകൊണ്ട് ഇപ്പം അതും യൂട്യൂബ് ഇപ്പൊ കൂടുതലും അത്യാവശ്യം കുറച്ചും കൂടെ നാട്ടുപ്രദേശത്തേക്ക് യൂട്യൂബ് എത്തി തുടങ്ങി. ഇപ്പൊ അങ്കിൾമാരും ആന്റിമാരും വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ കുറെ കൂടെ നമ്മുടെ വീഡിയോസിന് കമന്റ്സ് ഇട്ട് തുടങ്ങി. പക്ഷെ നമുക്ക് അവരുടെ റിപ്ലൈ കിട്ടുന്നുണ്ട്. അപ്പം അവര് ചിലപ്പോ ഇതിനെ ഭയങ്കര നമ്മള് ഉദ്ദേശിച്ച കാര്യമേ ആയിരിക്കില്ല അവർക്ക് കിട്ടുന്നുണ്ടാവുക. ഇവരും കൂടി ഇങ്ങനെ വളച്ചൊടിച്ചു തുടങ്ങുമ്പോഴത്തേക്കും ഇമ്പാക്ട് ഭയങ്കര നെഗറ്റീവ് ആയി. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ യൂട്യൂബിൽ എന്ത് ചെയ്യുന്നു അതാണ് റിയൽ ലൈഫ് എന്ന്. ഇപ്പൊ വ്ളോഗുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വരുന്ന വീഡിയോസ് അതാണ് അവരെന്നുള്ള ഒരു ജഡ്ജ്മെന്റ് ഓൾറെഡി വന്നിട്ടുണ്ട്. എന്റെ കുറെയൊക്കെ അങ്ങനെ തന്നെ. ഞാൻ വീട്ടിൽ നിൽക്കുമ്പോഴേക്കും വ്ളോഗ് എടുക്കാറ്. ഞാൻ നിൽക്കുന്ന കോലത്തിലൊക്കെ തന്നെയാണ്. അത് ശരിയാണ്. ഉപ്പുമുളക് സെറ്റിൽ ഏറ്റവും കൂടുതൽ ഫോൺ അഡിക്റ്റ് ആയിട്ടുള്ളത് ആരാണ്? ഫോൺ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്? ലച്ചു ചേച്ചി. ഇപ്പൊ കേശുവിന് തുടങ്ങിയിട്ടുണ്ട്. ആനിമെ കണ്ടു തുടങ്ങി കേശു. അതിനുശേഷം ഇപ്പം അവൻ എവിടെ പോയിരുന്നാലും മറ്റേ അയ്യോ ഹോൺ ഇങ്ങനെ എവിടെ പോയിരുന്നാലും അവന്റെ അടുത്താണെങ്കിൽ ഇങ്ങനത്തെ ആനിമലത്തെ ഡയലോഗൊക്കെ കേൾക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ. അപ്പൊ ഫോണില് ലച്ചു ചേച്ചിയും കേശു. ഏറ്റവും കൂടുതൽ കെയറിങ് ആരായിരിക്കും? ശിവനെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന സെറ്റിൽ എപ്പോഴും അങ്ങനെ പറയുന്നത് എല്ലാവരും കെയറിങ് ആണ് കേട്ടോ. എന്നാലും ഏറ്റവും കൂടുതൽ മുടിയൻ ചേട്ടൻ ഉള്ളപ്പോ മുടിയൻ ചേട്ടൻ, അല്ലെങ്കിൽ മേ ബി കേശു ആയിരിക്കും. എന്തൊരു ഇൻസിഡന്റ് എങ്ങനെയൊക്കെ ആയിരിക്കും? അതായത് ഇപ്പൊ നമുക്ക് ഞാൻ ആർട്ടിസ്റ്റ് മാത്രമായിട്ടാ പറയുന്നേ, ക്രൂ മൊത്തം പിന്നെ നമുക്ക് നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ഒക്കെ അവരുടെ സപ്പോർട്ടും കെയറും കാരണമല്ല 3 സീസൺ വരെ. അതെ അതെ. പിന്നെ അത് നമുക്ക് ഇപ്പൊ അമ്മ സെറ്റിലില്ല, എനിക്ക് വയ്യാണ്ടിരിക്കാന്നൊക്കെ ഉണ്ടെങ്കിലും അവര് നന്നായിട്ട് നോക്കും. നമ്മൾക്ക് ഒരു പ്രശ്നം ഒന്നും മരുന്ന് എന്താന്ന് വെച്ചാൽ അപ്പൊ എത്തിച്ചു തരും. ഭയങ്കര കെയറിങ് ആണ്. കേശു ഒരു കേശു എന്നാ ഞാൻ പറയാം, കേശു എനിക്ക് തീരെ വയ്യടാ, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമോ, അപ്പൊ കിട്ടും. അല്ലാണ്ട് എന്താ വയ്യായാലും ഒന്നും ചോദിക്കില്ല. എനിക്ക് നിങ്ങളുടെ ആ ഒരു വൈബ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം സീസൺ 1 തുടങ്ങിയ കേശു ശിവ എവിടെ ഉണ്ടോ അവിടെ കേശു ഉണ്ട്, കേശു എവിടെ ഉണ്ടോ അവിടെ ശിവയുണ്ട്. അങ്ങനെ ഒരു ഇത് ഭയങ്കര ഒരു ബോണ്ടായിരുന്നു. ആ ഒരു ബോണ്ട് കാണാൻ വേണ്ടി തന്നെ ആ ഒരു ബോണ്ടിനെ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾ ശരിക്കും സെറ്റിലെ പോലെ തന്നെയാണോ ഇപ്പോഴും? എപ്പോഴും അങ്ങനെ തന്നെയാണോ? പിന്നെ അവൻ എന്നെ ട്രോളാൻ കിട്ടുന്ന ഒരു ചാൻസ് പോലും എടുത്തില്ല. അവരെന്ന് വെച്ചാല് അവൻ എന്ത് പറഞ്ഞാൽ ഹ്യൂമർ ഉണ്ടാക്കി എടുക്കും. ആൾക്കാരെ ട്രോളാനൊക്കെ അവന്റെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, അവൻ അടിച്ച് കിറ്റിക്കളയും. അങ്ങനെയാ. ഞാൻ അവന് തല്ലുകൂടുന്നത് എനിക്കൊരു ഞങ്ങൾ അവിടെ ഏറ്റവും കൂടുതൽ തല്ലുകൂടുന്നത് ഞാനും അവനാ ഇപ്പോഴും. മുമ്പൊക്കെ അവനെന്നെ തല്ലുമായിരുന്നു. പക്ഷെ ഇപ്പൊ അവനെന്നെ തല്ലിക്കഴിഞ്ഞാൽ ഞാൻ ബാക്കി ഉണ്ടാവൂല. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ തല്ലും. അവൻ അത്യാവശ്യം സഹിച്ചു നിൽക്കും. കുറെ സഹിക്കുന്നുണ്ട് എന്നെ. കേശു എല്ലാ കാര്യമൊക്കെ ശിവയുടെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ടോ? എല്ലാം അത്യാവശ്യം കുറെയൊക്കെ. ഗേൾ ഫ്രണ്ട് വല്ലതും ഉണ്ടോ കേശുവിന്? ഒരുപാട് ഫീമെയിൽ ആരാധകരുള്ള ഒരാള് ഇല്ല? തീർത്തും ഇല്ല. ഞങ്ങൾ രണ്ടാൾക്കും ഇല്ല. ഞങ്ങൾ രണ്ടുപേരും സിംഗിൾ ആണെന്ന്. അതെ അതെ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മാത്രം എന്താണ് ആരും ഇല്ലാത്ത എന്തോ കാര്യമായ കുഴപ്പമുണ്ടെന്നൊക്കെ അതെന്താണ്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. പ്രപ്പോസൽസ് ഒക്കെ വരാറില്ലേ? ഓൺലൈൻ പ്രപ്പോസൽസ് ഒരുപാടുണ്ട്. പിന്നെ എന്താണ്? അത് എന്നെ അറിയാവുന്ന ആരും എന്നെ പ്രപ്പോസ് ചെയ്യത്തില്ല. അതെന്റെ ഒരു ആത്മവിശ്വാസമൊക്കെ. കാരണം എന്നെ അടുത്ത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ എനിക്ക് ഒരുപാട് സംസാരിക്കണം, എനിക്ക് അടങ്ങിയിരിക്കാനൊന്നും പറ്റത്തേ ഇല്ല. എനിക്ക് എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുക, ആൾക്കാരെ കാണാൻ. ഞാനിപ്പം 5 മിനിറ്റ് മുമ്പ് കണ്ട ആളാണെങ്കിലും 5 മിനിറ്റ് അളിയാ ചെങ്ക വൈബ് പെട്ടെന്ന് ഫ്രണ്ട്സ് ആവുന്നു. അതുകൊണ്ട് തന്നെ എല്ലാരെയും പെട്ടെന്ന് ഫ്രണ്ട്സ് ആകും. ഞാൻ നല്ല എക്സ്ട്രോവേർട്ടാ. അപ്പം എനിക്ക് ഈ സംസാരമാണ് എന്റെ ഏറ്റവും മെയിൻ, എന്റെ ആയുധമേ അതാണ്. അപ്പൊ ചിലവർക്ക് അത് പറ്റത്തില്ല കേട്ടോ. അവർ ഇൻട്രോവേർട്ടിനൊക്കെ അടുത്തോണ്ടിരുത്തി കഴിഞ്ഞാൽ അവര് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ദൈവം ഇതിന്റെ വായിക്ക് വല്ല ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാവോ എന്നുള്ള സെറ്റപ്പിലേക്കൊക്കെ നീങ്ങും. കേശും കുറെയൊക്കെ അങ്ങനെ തന്നെയാ. അവരിങ്ങനെ ഇടിച്ചു കയറി ആൾക്കാരുടെ അടുത്ത് വർത്താനം പറഞ്ഞ് അവരെ കമ്പനി ആക്കുന്ന കൂട്ടുന്നില്ല. അപ്പം ആ ഒരു വൈബാണ് നിങ്ങൾ രണ്ടും. അതുകൊണ്ട് തന്നെ എപ്പോഴും എല്ലാവർക്കും നമ്മളെ അങ്ങനെ ഒരു റൊമാൻറ്റിക് വൈബിലേക്കൊന്നും കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു പീക്കിരി സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ആൾക്കാർക്ക് നമ്മൾ വളർന്നൊന്നും എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഉപ്പുമുളക് എപ്പോഴും റീടെലികാസ്റ്റ് പോകുന്നതുകൊണ്ട് പണ്ടത്തെ എപ്പിസോഡാണ് പലരും ഇപ്പോഴും കാണുന്നത്. അപ്പം എന്നെയൊക്കെ നേരിട്ട് കണ്ടിട്ട് ആൾക്കാര് ആ കുഞ്ഞോ ശിവയോ അങ്ങനെ തന്നെയാണ് സൂക്ഷിച്ചു നോക്കും.
അങ്ങനെ എപ്പോഴും പിന്നെ സ്കൂളിൽ പോവാറില്ല, അതുകൊണ്ട് സ്കൂളിൽ നിന്ന് ആരും ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് വരത്തില്ല. അങ്ങനെ 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 ഞാൻ സിംഗിളായി അങ്ങനെ അങ്ങനെ സിംഗിൾ ആയിരിക്കുന്നു. വേദന ഉണ്ടെന്നൊക്കെ അല്ലേ? ഇല്ല, പക്ഷെ ഈ ഷെഡ്യൂളിനുള്ളിൽ കൂടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക് ആവും, അടക്കൂല. അതുകൊണ്ട് നമ്മളൊരു പൊസിഷനൊക്കെ എത്തി. എനിക്കാണെങ്കിൽ ഈ മണിരത്നം ലവ് ഇല്ലേ, ഓ ഞാൻ അതിന്റെ ഫാനാണ്. എനിക്ക് വയ്യ. കണ്ണിൽ കണ്ണൊക്കെ നോക്കി എനിക്ക് അതൊക്കെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അതെ അതെ, ഞാൻ ശരിക്കും എനിക്ക് സഞ്ജയ് ഫൻസാലിയുടെ മൂവീസിൽ അല്ലെങ്കിൽ മണിരത്നം സാറിന്റെ മൂവീസിലെ ആ ഒരു ആരോടെങ്കിലും ക്രഷ് തോന്നിയിട്ടുണ്ടോ? ക്രഷുകളൊക്കെ ഒരുപാട് തോന്നിയിട്ടുണ്ട്. ഇഷ്ടം പിന്നെ റീസെന്റ് ക്രഷ് എന്താ, ഏതാണ്, ആരാണ്? സെലിബ്രിറ്റി ക്രഷ് മതിയോ? രോഹിത് സറഫ്. പിന്നെ നമ്മുടെ മുഞ്ചിയത്തെ ആൾക്കാർ ആരും തെറ്റിദ്ധരിക്കുന്നത് മുഞ്ചിയ സിനിമയാണ് കേട്ടോ, ഹിന്ദി സിനിമ മുഞ്ചിയ, അഭയ് വർമ്മ. റീസെന്റ് ആയിട്ട് അങ്ങനെ തോന്നാറൊക്കെ ഉണ്ടല്ലോ. തോന്നണമല്ലോ. അടുത്തത് ഈ സെറ്റിലെ ഗോസിപ്പ് ബോക്സ് ആരായിരിക്കും എപ്പോഴും ഗോസിപ്പ് ഒക്കെ വന്ന് പറയണത്? പാർക്കുട്ടി. ഓ പിന്നെ കൊച്ചിപ്പോ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴത്തേക്കും എന്തൊക്കെ ന്യൂസ് എന്ന് പറയും. എനിക്ക് 2 ബോയ് ഫ്രണ്ട് ഉണ്ടെന്നൊക്കെ. ഞാൻ 6 വയസ്സുള്ള ആരാ അതൊന്ന്, അയ്യോ അവന്റെ പേര് ഞാൻ മറന്നുപോയി, ഞാൻ സ്കൂളിൽ പോയിട്ട്. പിന്നെന്താണ് അപ്പുറത്തിരിക്കുന്ന കൊച്ചെന്നെ പിച്ചി, ഞാൻ പറഞ്ഞു നീ പോ. പാറു അത് LKG UKG അത്രയും സ്കൂളിൽ പോയിട്ടില്ല, പിന്നെയും 1ാം ക്ലാസ് ആണ് സ്കൂളിൽ പോയത്. അപ്പം കുറെ വിശേഷങ്ങൾ കേൾക്കാം അവളുടെ വായന്ന്, നല്ല രസം. സീസൺ 2ലേക്ക് പെട്ടെന്നായിരുന്നു, വളരെ പൊടിയായിരുന്നപ്പോ തന്നെ പാറക്കുട്ടി എത്തുന്നത് അല്ലേ? സീസൺ 1 തന്നെ. അപ്പൊ പാറക്കുട്ടീനെ കിട്ടുന്നത് വളരെ ചെറുതായിട്ട്, അപ്പൊ നിങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു അതിലെല്ലാം. കുഞ്ഞിപ്പിള്ളേരെ ഭയങ്കര കാര്യം. എനിക്ക് സിബ്ലിങ്സ്, അതായത് എനിക്ക് ആരെ എന്റെ ഏജിന് മൂത്തതാണെങ്കിലും ഇടതാണെങ്കിലും ഒന്നും എനിക്ക് പ്രശ്നമില്ല. എനിക്കിങ്ങനെ ആൾക്കാരുടെ ഒപ്പം നിൽക്കുക. കുഞ്ഞു കുട്ടികളെ എനിക്ക് ഭയങ്കര കാര്യമാണ്. അമ്മ എപ്പോഴും പറയും, അതായത് എന്നെ ഏതെങ്കിലും ഒരു കൊച്ചിന്റെ അടുത്ത് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ 5 മിനിറ്റുള്ള കുട്ടി എന്റെ കയ്യിലുണ്ടാവും. ഷുവറാണ്. പിള്ളേരെ ഞാൻ വളച്ചെടുക്കും എന്റെ കയ്യിലോട്ട്. എനിക്കിങ്ങനെ കുട്ടികളെ എടുത്തു നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ കുഞ്ഞു കുട്ടികളെ ഇങ്ങനെ നോക്കുന്നതും അതുപോലെ കുറച്ച് ഡിഫിക്കൽട്ടായ കാര്യമാണ്. കാരണം അവർക്ക് ഫുഡ് പ്രോപ്പർ ടൈമിൽ കൊടുക്കുക, അവരെ എടുക്കാൻ, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. ഞാൻ ശരിക്കും പ്രോപ്പർ ഒരു ബേബി സെറ്റർ ആണ് പാറുവിന്റെ. അതുകൊണ്ട് എനിക്കിപ്പോ ഇന്നലെ ജനിച്ച കൊച്ചാണെങ്കിലും ഈ കൈകളിൽ അതാണ് റെഡിയാണ്. കാരണം അവളെ 4 മാസത്തില് ബാബാനെ സെറ്റ് കൊടുത്തിട്ട് ആദ്യം എടുക്കുന്ന ഞാനാണ്. ഞാനിപ്പോഴും ഭയങ്കര പ്രൗഡായിട്ട് പറയാം, കൊച്ചിനെ ആദ്യം കൈ വെച്ചിരുന്ന എനിക്കാ. അപ്പൊ അന്ന് തൊട്ട് ഞങ്ങൾ കുറെ നാൾ ഒരുമിച്ചായിരുന്നു. കാരണം നമ്മൾ സ്റ്റേ ചെയ്യുമ്പോഴത്തേക്കും അവളും ഞാനും ഒരു വീടിന്റെ മുകളിലത്തെ നിലയിലും കേശുവും അച്ഛനും താഴത്തെ നിലയിലുമായിരുന്നു. അപ്പൊ തൊട്ടേ ചെറുതിനെ തൊട്ടാണ് അവക്ക് മെയിൻ ലക്ഷ്യം എന്റെ റൂമാണ്. പിന്നെ അവിടെ വന്ന് ഞാൻ വിടില്ല. അങ്ങനെ കുറെ നേരം അവളുടെ അവൾ ശരിക്കും വളർന്നത് ക്ലോസപ്പിൽ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അവളുടെ ശരിക്കും മെമ്മറീസ്. അതുപോലെ തന്നെ ആദ്യം പാറു വന്ന സമയത്താണെങ്കിലും ഇപ്പം അമ്മ ആരാന്ന് ചോദിക്കുമ്പോ നീലോമ്മയാണ്. അങ്ങനെ എല്ലായിടത്തും പോയി നീലോമ്മ എന്നായിരുന്നു പറയുന്നത്. അപ്പം എങ്ങനെയായിരുന്നു സെറ്റില് അമ്മ അടുത്തുണ്ടെങ്കിലും നീലോമ്മ മതിയായിരുന്നോ? അവക്ക് ആക്ച്വലി അമ്മ അങ്ങനെ അടുത്ത് വേണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം തീരെ ചെറുതിനെ തൊട്ടിട്ട് അങ്ങനെ അവള് നടക്കുന്ന സമയമൊക്കെ ആയപ്പോഴത്തേക്കും അവർക്ക് ആരെങ്കിലൊക്കെ ആൾക്കാരെ കണ്ടാൽ മതി, ആരെങ്കിലൊക്കെ ഉണ്ടായാൽ മതി. പിന്നെ സാധാരണ കുട്ടികൾക്കുള്ള ഒരു വേറെ ആൾക്കാരെ കാണുമ്പോൾ ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ഉൾവലിച്ചിലോ അതൊന്നും ഉണ്ടായിരുന്നില്ല. ആരെ കാണാലും അങ്ങനത്തെ ഒരു വൈബായിരുന്നു ആള്. ഭയങ്കര കോപ്പറേറ്റീവ് ആട്ടോ, ഭയങ്കര കോപ്പറേറ്റീവ് ആണ്. കാരണം ഇപ്പോഴാണെങ്കിലും തീരെ ചെറുതിനെ തൊട്ടിട്ട് ആ ഷൂട്ടിന്റെ രീതികൾ പഠിച്ചാണ് അവള് വളർന്നത്. അപ്പം നമുക്ക് അവളെ കൊണ്ടൊരു ടേക്ക് എടുപ്പിക്കണമെങ്കിലൊന്നും ഒട്ടും ബുദ്ധിമുട്ടില്ല. ഞാൻ ചിലപ്പോ അതിലും അലമ്പായിരുന്നിരിക്കും മേ ബി എനിക്ക് 8 വയസ്സുള്ളപ്പോ. 2-2.5 വയസ്സുള്ള സമയത്തൊക്കെ നമ്മൾ റീടേക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സർ റീടേക്ക് വിളിച്ചാൽ മതി. ഇവിടെ തനിയെ ഇവിടെ പോയി ഫസ്റ്റ് പൊസിഷനിൽ പോയി നിന്ന് ഞാൻ നിന്നു വിളിച്ചു പറയും, അടുത്ത ആക്ഷൻ പറഞ്ഞാൽ അവള് വരികയും ചെയ്യും. ഡയലോഗ്സും അതുപോലെ തന്നെ അവളിപ്പം മണി പോലെ ഡയലോഗ്സും അവള് പിന്നെ പഠിപ്പിക്കല് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ അറ്റൻഷൻ സ്പാൻ ഇത്തിരി കുറവ് ആൾക്ക് ഓർത്ത് ഡയലോഗ് ഓർമ്മയുണ്ടാവും. എന്നാലും നമ്മൾ അവളുടെ ഡയലോഗിന് തൊട്ട് മുന്നേ ഒന്ന് പറഞ്ഞു കൊടുക്കണം, ഇതാണ് ഡയലോഗ്, ഇന്നാള് പറഞ്ഞ ഡയലോഗാണ്, ഓക്കെ റെഡി ആയിട്ട് പറഞ്ഞോളൂ അവള്. അതുപോലെ തന്നെ ഒരു കുട്ടിക്കുറുമ്പി ഉണ്ട് ഇപ്പം, നന്ദൂട്ടി. കല്ലുമോൾ എങ്ങനെയുണ്ട്? കല്ലുമോളും വൈബാണ്. കല്ലുമോള് പക്ഷേ ഞങ്ങൾക്ക് അത്ര പരിചയമില്ല അവളെ. 2-2.5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. അപ്പം സെറ്റിൽ അവള് ഫുൾ ആക്റ്റീവാണ്. എല്ലാവരെയും പോയി സാവടാ, എന്തുവാ ഇതാനൊക്കെ ഉണ്ട്, എന്തെങ്കിലും പറ പോയി സാവടാ, എന്തുവാ ഇത്, എന്തുവാ കുഞ്ഞാ, എന്നെ കുഞ്ഞാന്ന് വിളിക്കാം, കുഞ്ഞായെ അടി കിട്ടുവേ
കുറുമ്പ് കാണിക്കല്ലേ, അടി അടി കിട്ടുവേ, ഭീഷണിയൊക്കെ. അവിടുത്തെ മുതിർന്ന ആളെ പോലെയാണ്. അതെ അതെ. പിന്നെന്താണ്, ഇതിങ്ങനെയൊന്നും അല്ല, ഞാൻ കാണിച്ചു തരും, എന്തുവാ ഇത്, എന്തുവാ ഇതിങ്ങനെയൊന്നും അല്ല. അതെല്ലാം പഠിപ്പീരാണ്, ഭയങ്കര പഠിപ്പിക്കല. ഡോറ ബുജി കട്ടൊക്കെ ആയിട്ട് ഡോറേനെ പോലെ. എനിക്ക് പണ്ട് തന്നെ ഓർമ്മ വരും അവളെ കാണുമ്പോഴത്തേക്ക്. ശരി, ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു. അതിന്റെ ഒരു മിനി വേർഷൻ. അതെ അതെ. പക്ഷെ അവളത്രയും ഞാൻ വരൂല, ഞാൻ പാവായിരുന്നു, ഞാൻ അത്ര ഉണ്ടായിരുന്നില്ല. ഇവള് ചട്ടമ്പിയല്ലേ. പിന്നെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാര് ഹിപ്നോട്ടിസ് ഒക്കെ ഇരുത്തുകളെ അവിടെ. ഓ, എല്ലാം മെരട്ടൊക്കെ ഇരുത്തും. പിന്നെ അവളെ പേടിക്കും, നമ്മളെ പക്ഷെ അവളെ പേടിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അടുത്ത വായിന്ന് എന്താ വീഴാന്ന് അറിയത്തില്ലല്ലോ. എല്ലാം പഠിച്ചു വെച്ച് എല്ലാം 3 വയസ്സേ ഉള്ളൂ, പക്ഷെ എല്ലാം വിളിച്ചു പറയും അവള്, എന്താണോ പറയും. നമ്മള് പറഞ്ഞു കൊടുക്കുന്നൊക്കെ അതുപോലെ തന്നെ അവളും ഏറെ കൊറേയൊക്കെ മനസ്സിലാവുകയും. അവളെ കയ്യിൽ നിന്നും ചോദിച്ചു നന്നായിട്ട് ഇംപ്രവൈസ് ചെയ്യും. ഓ, പിന്നെ അതായത് അവളുടെ മെയിൻ ഡയലോഗ് കേസ് ചേട്ടാ വാ കളിക്കാം. ഞങ്ങള് സീനിന്റെ അവസാനമൊക്കെ അവളുടെ ഡയലോഗ് പറയും, പിന്നെ അവള് ഇംപ്രവൈസ് ചെയ്യില്ല. ഇവള് തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞ് നടന്ന കാര്യമൊന്നും ആയിരിക്കത്തില്ല. പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന പോലത്തെ ഡയലോഗൊക്കെ ആള് ഇട്ടോളാം സ്പോട്ടില്. എങ്ങനെ പറ്റുന്നു എന്തോ, ഞങ്ങൾക്ക് ഈ അഭിപ്രായത്തില് ഭാഗ്യം കല്ലെറിഞ്ഞു നടക്കുമായിരുന്നു. അങ്ങനെ പറയുന്നത്. എനിക്കത് വളരെ യങ് ആയിട്ട് ആങ്കറിങ്ങിൽ തുടങ്ങിയ ജേണി ആണെന്ന് തോന്നുന്നു. ആങ്കർ ആയിട്ടും വളരെ യങ് ആയിട്ട് വന്ന ഒരാൾ തന്നെയായിരുന്നു ശിവ. എന്നാലും ലൈക്ക് ഐ മീൻ എന്റെ അമ്മയൊക്കെ പിന്നെയും കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട്. ഇവളാണ് പൊന്നി ചേച്ചിക്ക് ഒന്നും ചേച്ചി പോയി കേറിയിട്ട് വാ, തിരിച്ചു വന്നു ഇവിടെ ഇരിക്കും, എന്തെങ്കിലും ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നില്ല, അവള് തന്നെ ഫുൾ പെട്ടെന്ന് നമ്മളായിട്ട് മിങ്കിളാവുകയും ചെയ്തു. അതുപോലെ തന്നെ കേട്ടിട്ടുണ്ട്, അവള് സെറ്റിൽ എന്തെങ്കിലുമൊക്കെ തെറ്റി ചില റീടേക്ക് ഒക്കെ പോകുമ്പോ സോറി സാർ ഡയറക്ടറുടെ അടുത്ത് അതാനൊക്കെ ഉണ്ടെന്ന്. അടുത്തത് സെറ്റിൽ ഏറ്റവും പാവമാരാണ്, എപ്പോഴും പാവമായിരിക്കും. എപ്പോഴും പാവം. എന്തായാലും ഞാനല്ല, പെട്ടെന്ന് പാവം പാവം എനിക്ക് തോന്നുന്നു. അയ്യോ ഇഷാമ, ഇഷാമയാണ് വെച്ചാ ഒരു മദർ ഫിഗർ ആണല്ലോ. അപ്പൊ ആ ഒരു വാത്സല്യം കൊഞ്ചിക്കലും അളിക്കലൊക്കെ ഉണ്ട് എപ്പോഴും എല്ലാവരുടെ പാവം ഫിഗർ അമ്മയാണ്. അടുത്ത സ്വന്തമായിട്ട് കോമഡി പറഞ്ഞ സ്വന്തമായിട്ട് തന്നെ സെറ്റ് കേശോ അതിന്റെ ആളാണ്, അത് ആർക്കും വിട്ടു. പിന്നെ അല്ല, അത് അവൻ പറയുന്ന കൗണ്ടറുകളൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. ചിലതൊക്കെ അന്യായ ചളിയായിരിക്കും. നമുക്ക് മറ്റേ ഒന്ന് ഇറങ്ങി പോടാ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ എന്നെ നോക്കുന്നു, ഞാൻ ആണോ ശരിക്കും? കേശുവിനെ കൊണ്ടുവന്നു നിങ്ങൾക്ക് ഒരു ബാറ്റിൽ വെക്കാൻ വേണമെങ്കിൽ ചളു ബാറ്റിൽ. ഞങ്ങളിങ്ങനെ ശ്രമിക്കാറുണ്ട്, ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ശ്രമിക്കും, എന്നിട്ട് ഞാൻ തന്നെ ശരിക്കും വേറെ ആരും. പക്ഷെ അയ്യോ കേശുവിന്റെ മുമ്പിൽ ഒരാൾക്കും പിടിച്ചാൽ പറ്റില്ല. ആണ്ട് ചണ്ണാക്കി തന്നിട്ട് അവിടെ ഇരുന്നോളാൻ പറയും.